ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ മുട്ട ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ മുട്ട ബജ്ജി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മാവ് റെഡിയാക്കിയതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബജ്ജിക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഞാനിവിടെ 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാ പൊടികളും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നന്നായിട്ട് ഒരു കയ്യിൽ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒത്തിരി മാവ് ലൂസായി പോകാൻ പാടില്ല കേട്ടോ, എന്നാൽ ഒത്തിരി കട്ടിയാവാനും പാടില്ല. അപ്പോൾ ഞാനതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഞാൻ കുറേശ്ശെ ആയിട്ടാണ് വെള്ളം ഒഴിച്ചിട്ടത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒത്തിരി കട്ടിയല്ല, എന്നാൽ ഒത്തിരി ലൂസും അല്ലാത്ത പരുവം. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് അതിൽ ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും, അതുപോലെ എരിവ് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3 മുട്ട പുഴുങ്ങിയിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം വലുപ്പത്തിലുള്ള ബജ്ജിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുട്ടയുടെ സൈസും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടേനെ 4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അത് നമ്മുടെ മാവിൽ മുക്കിയിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മൾ ഈ ഒരു മാവിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിൽ മാത്രമാണ് മാവ് നന്നായിട്ട് നമ്മുടെ മുട്ടയിൽ കോട്ടായിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ അത് അപ്പോൾ നമ്മളത് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഇങ്ങനെ പൊള്ളച്ചിങ്ങനെ വരും കേട്ടോ, നല്ല പൊള്ളച്ചിങ്ങനെ വരും. ഇനി അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട ബജ്ജി എന്ന് പറയുന്നത്. നല്ല ചൂട് ചായയുടെ, കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട്, ചൂടോട് കൂടെ കഴിക്കുന്നതാണ് കേട്ടോ മുട്ട ബജ്ജി എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ ചൂടായിട്ട് തന്നെ ചൂടോടുകൂടി തന്നെ നമ്മൾ സെർവ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്ക് സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്